Let's start fourth module. ഈ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ കൂടുതലും പഠിക്കുന്ന ജാവാസ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ജാവാസ്ക്രിപ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്, നമ്മുടെ വെബ്സൈറ്റിനകത്ത് ജാവാസ്ക്രിപ്റ്റിന്റെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും ഓവർവ്യൂ ഒക്കെയാണ് പറയുന്നത്. ഈ ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത് നെറ്റ്സ്കേപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ്. നെറ്റ്സ്കേപ്പ് നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു ബ്രൗസർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കമ്പനിയാണ് ജാവാസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ ആ ടൈമിൽ ആദ്യമായിട്ട് കൊടുത്ത പേര് മോച്ച എന്നായിരുന്നു. ദെൻ അതിനുശേഷം അതിനെ ലൈവ് സ്ക്രിപ്റ്റ് എന്നായിട്ട് കൺവേർട്ട് ചെയ്തു പേര്. Then in 1995, late 1995 നെറ്റ്സ്കേപ്പും സൺ മൈക്രോ സിസ്റ്റംസും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലൈവ് സ്ക്രിപ്റ്റിന് വീണ്ടും പേര് ചേഞ്ച് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ ഇൻ 1990s ലേറ്റ് 1990s ഈ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തു. ആരാണ്? യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, ECMA. അവര് ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ആയിരുന്നു ECMA 262 എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നതെല്ലാം. ഓക്കെ, സോ ECMA 262 സ്റ്റാൻഡേർഡ് ഈസ് ഇൻ വേർഷൻ 3. ഇപ്പോൾ അതിന്റെ കറന്റ് വേർഷൻ എന്ന് പറയുന്നത് വേർഷൻ 3 ആണ്, വിച്ച് ഈസ് കറസ്പോണ്ട്സ് ടു നെറ്റ്സ്കേപ്സ് വേർഷൻ 1.5 ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിന്റെ 1.5 വേർഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ECMA 262 സ്റ്റാൻഡേർഡ് ആണ് വേർഷൻ 3 ഇപ്പം ഉള്ളത്. ദെൻ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ജാവാസ്ക്രിപ്റ്റ് ആണ് JScript എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഇപ്പോൾ ഉള്ള ബ്രൗസേഴ്സിൽ ഫയർഫോക്സ് 3യും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 8 മുതലുള്ള എല്ലാ ബ്രൗസേഴ്സും ECMA 262 വേർഷൻ 3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്ത് വരുന്ന ഏതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെയും ജാവാസ്ക്രിപ്റ്റിനെയും പ്രൊവൈഡ് ചെയ്യാനുള്ള capability ഇപ്പോഴത്തെ ബ്രൗസേഴ്സിന് ഉണ്ട്. സോ ഈ ഒരു ECMA 262 സ്റ്റാൻഡേർഡിനെ നമ്മൾ അതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ECMA സ്ക്രിപ്റ്റ് എന്നാണ്. സോ ഇനി നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ജാവാസ്ക്രിപ്റ്റിന് മെയിനായിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് കോർ പാർട്ട്, ദെൻ ക്ലയന്റ് സൈഡ് പാർട്ട്, സെർവർ സൈഡ് പാർട്ട്. ഇങ്ങനെ 3 പാർട്സ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കോർ പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു ലാംഗ്വേജിന്റെ തന്നെ ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, സബ് പ്രോഗ്രാംസ് ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർ പാർട്ടിലാണ്. ദെൻ ക്ലയന്റ് സൈഡ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് സപ്പോർട്ട് ദ കൺട്രോൾ ഓഫ് ദ ബ്രൗസർ ആൻഡ് ഇന്ററാക്ഷൻസ് വിത്ത് യൂസർ. ഈ യൂസറുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനെയും ബ്രൗസറിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൗസ് ക്ലിക്സ്, കീബോർഡിന്റെ യൂസ്, ഇതൊക്കെ ട്രാക്ക് ചെയ്യാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യാനും കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണ് നമ്മൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നടക്കണം എന്നുള്ള ആ ഒരു ഇവന്റ് ഹാൻഡ്ലിംഗ് ഒക്കെയാണ് ആ ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ വെബ് സെർവറിനെ നമുക്ക് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, വെബ് സെർവർ കണക്ട് ചെയ്യാനുള്ള ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിലുള്ളത്. ഫോർ എക്സാമ്പിൾ ടു സപ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പൊ നമ്മുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെബ് പേജ് ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അങ്ങനെയുള്ള കേസസ് വരുന്ന സമയത്താണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോർമലി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് വളരെ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്പേഴ്സ് നമ്മളിപ്പം അത്രയും വലിയൊരു ഒരു ആപ്ലിക്കേഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ കൂടുതലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. അല്ല നമ്മൾ നോർമലി ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും കൂടുതലും അതിനകത്ത് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ എനിവേ ജാവാസ്ക്രിപ്റ്റിന് 3 പാർട്സ് ആയിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർ സ്ക്രിപ്റ്റ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ്, ദെൻ സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. ഇനി ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിൽ എന്താണ് ബന്ധം?
ഓക്കെ, ആക്ച്വലി ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരുപാട് വ്യത്യാസമുണ്ട് ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജാവ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് അല്ലെ. സോ ഇവിടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിന് നമ്മൾ ചില സമയത്ത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് പറയുമെങ്കിൽ പോലും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട് മോഡല് ജാവ, C++ പോലെയുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ജാവ എന്ന് പറയുന്നത് പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒബ്ജക്ട് മോഡൽ അല്ല നമ്മൾ നോർമലി ജാവ സ്ക്രിപ്റ്റിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ജാവാസ്ക്രിപ്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പാരഡിഗം. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പാരഡിഗത്തിന് ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് പാർട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ആ പാരഡിഗം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ജാവയ്ക്കകത്താണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വരുമ്പോഴത്തേനും അതിനകത്ത് ക്ലാസ്, ഒബ്ജക്റ്റ്, അതിൻ്റെ അകത്തുള്ള മെത്തേഡ്സ്, ഡേറ്റ മെമ്പേഴ്സ്, ഇങ്ങനെ കുറെ ഫിക്സഡ് കാര്യങ്ങളുണ്ട് അല്ലെ. ആ ഒരു പാരഡിഗം ഉണ്ട്. അതൊന്നും തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജാവ എപ്പോഴും സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏത് ടൈപ്പാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ആ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പൈൽ ടൈമിന് ആ ടൈപ്സ് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ കമ്പൈലറിന് കമ്പൈൽ ടൈമിൽ ആ ടൈപ്സ് നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കുമ്പോഴത്തേനും നമ്മൾ കൊടുക്കുന്ന ഓപ്പറാൻഡ് ടൈപ്സിനെ അവിടെ കോമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എക്സിക്യൂഷന് വേണ്ടി കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ കമ്പൈൽ ടൈമിൽ അത് ഈ ടൈപ്സ് എല്ലാം തന്നെ കറക്റ്റ് ആണോ എന്ന് കോമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ സ്ട്രോങ്ലി ടൈപ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതേസമയം ജാവ സ്ക്രിപ്റ്റിനകത്താണെങ്കിൽ നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ജാവ സ്ക്രിപ്റ്റ് നീഡ് നോട്ട് ബി ഡിക്ലെയർ ദ വേരിയബിൾസ്. അതുകൊണ്ട് തന്നെ ജാവ സ്ക്രിപ്റ്റ് ഡൈനാമിക്കലി ടൈപ്ഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ എപ്പോൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടോ ആ വേരിയബിളിനകത്തേക്ക് എന്ത് വാല്യൂ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ വാല്യൂവിന്റെ ടൈപ്പ് അനുസരിച്ച് ആ വേരിയബിളിന്റെ ടൈപ്പ് ചേഞ്ച് ആവും. ഓക്കെ, നമ്മൾ പൈത്തൺ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പൈത്തണിലും ഈ പറഞ്ഞതുപോലെ വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എന്ത് വാല്യൂ ആണ് അതിലേക്ക് അസൈൻ ചെയ്യുന്നത് ആ വാല്യൂവിന്റെ ടൈപ്പായിട്ട് ആ വേരിയബിൾ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ കമ്പൈൽ ടൈം ടൈപ്പ് ചെക്കിംഗ് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മൾ നേരത്തെ വേരിയബിൾസിനെ ഡിക്ലെയർ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പൈൽ ടൈമിൽ അവിടെ ടൈപ്പ് ചെക്കിംഗ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ ജാവയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഒബ്ജക്ട്സ് ആണ്. അതായത് കളക്ഷൻ ഓഫ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെത്തേഡ്സ് ആർ ഫിക്സ്ഡ് അറ്റ് കമ്പൈൽ ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ ജാവയ്ക്കകത്ത് ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ലാസ് നമ്മൾ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യും. ആ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ മെമ്പേഴ്സിനെയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മെത്തേഡ്സ് എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. സോ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഫോർ ദി കമ്പൈൽ ടൈം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജാവയ്ക്കകത്തുള്ള ഒബ്ജക്ട്സ് എല്ലാം തന്നെ സ്റ്റാറ്റിക് ടൈപ്പ് ഒബ്ജക്ട്സ് ആണെന്ന് പറയുന്നത്. അതേസമയം ജാവ സ്ക്രിപ്റ്റിനകത്താണെങ്കിൽ ഒബ്ജക്ട്സ് എപ്പോഴും ഡൈനാമിക് ആണ്. അതായത് അതിനകത്തുള്ള നമ്പർ ഓഫ് ഡേറ്റ മെമ്പേഴ്സോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ഒബ്ജക്ട്സോ ഒക്കെ നമുക്ക് എക്സിക്യൂഷൻ ടൈമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്പർ ഓഫ് ഡേറ്റ മെമ്പേഴ്സിനെ വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡൈനാമിക് ആയിട്ട് ചെയ്യാൻ ജാവ സ്ക്രിപ്റ്റിൽ പറ്റും. സോ അപ്പം ഈ ജാവാസ്ക്രിപ്റ്റും ജാവയും തമ്മിൽ സിമിലാരിറ്റി എന്താണ്? സിമിലാരിറ്റി ഈസ് ഇൻ ദ സിൻടാക്സ് ഓഫ് ദെയർ എക്സ്പ്രഷൻസ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ അപ്പോൾ ഈ രണ്ട് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ എക്സ്പ്രഷൻസിന്റെ സിൻടാക്സും അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ സിൻടാക്സും ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെയാണ് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത്. ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി വാട്ട് ആർ ദി യൂസസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു പ്രൊവൈഡ് പ്രോഗ്രാമിംഗ് കാപ്പബിലിറ്റി അറ്റ് സെർവർ ആൻഡ് ക്ലയന്റ് സൈഡ് ഓഫ് എ വെബ് കണക്ഷൻ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു വെബ് കണക്ഷനിൽ
അതായത് നമ്മളൊരു ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു വെബ് പേജ് ലോഡ് ചെയ്യുന്നു. ഓക്കെ, ആ വെബ് പേജ് ലോഡ് ചെയ്യുമ്പം അവിടെ സെർവറും ഉണ്ട് ക്ലയന്റും ഉണ്ട്. സെർവർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വെബ് പേജ് ആരാണോ പ്രൊവൈഡ് ചെയ്ത്, ഏത് സിസ്റ്റത്തിൽ നിന്നാണോ പ്രൊവൈഡ് ചെയ്തത് അത് നമ്മുടെ സെർവർ, നമ്മളാണ് അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്തത്, നമ്മൾ ആ ക്ലയന്റ് ആണ്. ഓക്കെ, സോ അപ്പം ഈ ക്ലയന്റിലായാലും സെർവറിലായാലും പ്രോഗ്രാമിംഗ് കാപ്പബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ജാവാ സ്ക്രിപ്റ്റ് കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലയന്റ് സൈഡ് ജാവാ സ്ക്രിപ്റ്റ് ക്യാൻ serve as an alternative for some of server side programming in which computation capability resides on the server and is requested by the client. സോ ഇതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ സെർവർ സൈഡ് ഒരു സെർവറിനകത്ത് നമ്മളിപ്പോൾ google.com എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സെർവറിനെ കോൾ ചെയ്യുവാണ്. ഓക്കെ, കോൾ ചെയ്യുന്ന സമയത്ത് അതൊരു സെർവറാണ്. ആ സെർവറിലേക്ക് അറ്റ് എ ടൈം ഞാൻ മാത്രമായിരിക്കില്ലല്ലോ google.com എന്ന് അടിച്ചത്. പലരും, ഈ ലോകത്ത് എവിടെയുള്ള പലരും ആ സെയിം സെർവറിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും അറ്റ് ദ സെയിം ടൈം. ഓക്കെ, സോ അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കും, സെർവർ ഓവർലോഡഡ് ആയി മാറും അല്ലെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ക്ലയന്റിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ സെർവേഴ്സ് എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ബ്രൗസേഴ്സ് എല്ലാം തന്നെ, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് google.com ഓൾറെഡി വന്ന് നിൽക്കാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്ലയന്റ് അതിന്റെ റിലേറ്റഡ് ഫയൽസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ബ്രൗസർ ഓപ്പൺ ആക്കി google.com എന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ നേരത്തെ സേവ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. അല്ലാതെ വീണ്ടും google.com അടിക്കുമ്പോൾ അവിടെ പോയി സെർവറിൽ നിന്നായിരിക്കില്ല കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല സൈറ്റുകളിലും കയറുമ്പോഴത്തേനും കുക്കീസ് എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ട്. ആ കുക്കീസ് എന്ന് പറയുന്നത് എന്താണ്, ആ നമ്മൾ ആക്സസ് ചെയ്യുന്ന അതായത് നമ്മൾ ആക്സസ് ചെയ്യുന്ന വെബ് പേജസിൽ അവിടെ നിന്നുള്ള കുറച്ച് ഇൻഫർമേഷൻ, നമ്മുടെ ഇൻഫർമേഷൻ അവരും എടുക്കും, അവരുടെ കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ ബ്രൗസറും എടുക്കും. അത് എന്തിന്റെ ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ സെർവറിന് ഓവർലോഡ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് പോർഷൻസ് ഓഫ് വർക്ക് ക്ലയന്റ് നമ്മുടെ ബ്രൗസർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് ക്ലയന്റ് സൈഡ് ജാവാ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി ഒരേ സെർവറിലേക്ക് പല ക്ലയന്റ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സെർവറിന്റെ ഓവർലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുവഴി മറ്റുള്ള ക്ലയന്റ്സിനും കൂടി ആ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ്. So client-side JavaScript is embedded in XHTML documents and is interpreted by the browser. Normally നമ്മൾ client-side JavaScript എഴുതുന്നത് നമ്മുടെ XHTML ഡോക്യുമെന്റിനകത്ത് എംബഡ് ചെയ്താണ് എഴുതുന്നത്. അത് ബ്രൗസർ തന്നെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ client-side JavaScript എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസർ തന്നെയായിരിക്കും. അതേസമയം സെർവർ സൈഡ് JavaScript ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിനകത്തുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. അതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, so this transfer of load from an overloaded server to underloaded client can benefit other clients. So cannot replace all server side computing. സെർവർ സൈഡിലുള്ള എല്ലാ കമ്പ്യൂട്ടിങ്ങിനെയൊന്നും ക്ലയന്റ് സൈഡിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെർവർ സൈഡ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഓപ്പറേഷൻസ്, ഡേറ്റാബേസ് ആക്സസ്, നെറ്റ്വർക്കിംഗ് ഒന്നും ക്ലയന്റ് സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് സേവ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനും അതിനെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെയാണ് നമുക്ക് നോർമലി ക്ലയന്റ് സൈഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ KTUവിന്റെ സൈറ്റിലൊക്കെ കയറിയിട്ടാണെങ്കിൽ നിങ്ങളുടെ KTUവിന്റെ സൈറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് ആക്സസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ റിസൾട്ട് ആക്സസിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെർവർ ആണ് അവിടെ ഡേറ്റാബേസിൽ പോയി നിങ്ങൾക്ക് എടുത്തോണ്ട് തരുന്നത്. ഓക്കെ, അപ്പൊ ആ സെർവർ ഡേറ്റാബേസും തമ്മിലുള്ള ആ ഒരു ആക്സസ് ഒരിക്കലും ക്ലയന്റ് സൈഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതേസമയം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള, അതായത് നമ്മുടെ ആ പേജിന്റെ ആ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, ആ പേജിന്റെ ഒരു ലേഔട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് ക്ലയന്റ് സൈഡിൽ വേണമെങ്കിൽ കുറച്ച് പോർഷൻസ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക്
അപ്പം നമുക്ക് സെർവറിന്റെ സൈഡിലുള്ള കുറച്ചൊരു ഓവർലോഡ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബ്രൗസറിലേക്ക് നമ്മൾ ക്ലയന്റ് സൈഡ് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയന്റ് സൈഡ് ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതാറുള്ളത്. Then interactions with users through form elements are convenient in JavaScript. Okay, അപ്പോൾ നമ്മൾ നോർമലി ഒരു വെബ്സൈറ്റിനകത്ത് ഫോം എലമെന്റ്സ്, അതായത് ബട്ടൺസ്, ടെക്സ്റ്റ് ബോക്സ്, ഇങ്ങനെയുള്ള ഫോം എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് യൂസറുടെ ഇൻപുട്ട് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബട്ടൺ ക്ലിക്സും മൗസ് മൂവ്മെന്റ്സും ഒക്കെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു ട്രിഗർ കമ്പ്യൂട്ടേഷൻസ്, അതായത് നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇന്ന ആക്ഷൻ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ട്രിഗർ കൊടുക്കാനും ഒക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് പറ്റും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ദി യൂസർ. ഈ യൂസറിലേക്ക് ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് പറ്റും. അതായത് ചെറിയ ചെറിയ കമ്പ്യൂട്ടേഷൻസ് എല്ലാം നമ്മുടെ ബ്രൗസറിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് സൈഡ് സിസ്റ്റത്തിൽ തന്നെ പെർഫോം ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് യൂസേഴ്സിന് കൊടുക്കാനും ഒക്കെ ജാവാസ്ക്രിപ്റ്റ് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഈവൻ നമ്മൾ ഫോംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും യൂസർ ഇന്ററാക്ഷൻസ് ആർ ബോത്ത് പോസിബിൾ ആൻഡ് സിമ്പിൾ ടു പ്രോഗ്രാം. ഓക്കെ, യൂസർ ഇന്ററാക്ഷൻസ്, അവിടെ പറയുന്ന യൂസർ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചില കേസസിൽ ഡയലോഗ് ബോക്സസ് ഒക്കെ ഓപ്പൺ ആയി വരും. അപ്പൊ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഓക്കെ ക്യാൻസൽ, അതിൽ ഏത് ചോയ്സ് നമ്മൾ എടുക്കണം, ആ ചോയ്സിൽ ഏതാണ് ക്ലയന്റ് കൊടുത്തത് എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടന്റ്സ് ഇൻ ദ വെബ്സൈറ്റ് ബ്രൗസർ ഡിസ്പ്ലേ. ഓക്കെ, അതായത് നമ്മൾ ബ്രൗസറിൽ ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഡൈനാമിക്കലി ആ ഒരു കണ്ടന്റിനെ ജനറേറ്റ് ചെയ്യാനൊക്കെ ജാവാസ്ക്രിപ്റ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഡൈനാമിക്കലി ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയാ, നമ്മൾ ഇപ്പൊ നമ്മുടെ ഗൂഗിൾ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്ത് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ലോഗിൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് അവിടെ മുകളിലായിട്ട് ഐക്കൺ, നമ്മുടെ ഐ ഡി ബേസ് ചെയ്ത് ഒരു ഐക്കണും കാര്യങ്ങളും ഒക്കെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ഓരോ മെയിൽ ഐ ഡി വരുന്നതിനനുസരിച്ച് ആ ഒരു കണ്ടന്റ് വ്യത്യാസമായിട്ടാണ് പോകുന്നത്. സോ അങ്ങനെയുള്ള ഡൈനാമിക് ആയിട്ടുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ജാവാസ്ക്രിപ്റ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇത് ഒരു ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്ട് ഓറിയന്റഡ് പാരഡിഗമിന് പകരം ഇവിടെ നമ്മൾ വേറൊരു മോഡൽ ഓഫ് ഒബ്ജക്ട് പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് അലൗസ് സ്ക്രിപ്റ്റ്സ് ടു ആക്സസ് ആൻഡ് മോഡിഫൈ CSS പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ആ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എലമെന്റ്സിന്റെ എല്ലാം തന്നെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, നമ്മൾ നേരത്തെ പഠിച്ച CSSന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മോഡിഫൈ ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി കിട്ടും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണയും ആ വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത്, അതല്ല എങ്കിൽ ഓരോ ബ്രൗസറും ഡിഫറെന്റ് രീതിയിലായിരിക്കും അതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബ്രൗസറിൽ സപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണെങ്കിൽ പോലും വേറൊരു ബ്രൗസറിലേക്ക് അത് വേറെ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് എടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജാവാസ്ക്രിപ്റ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ CSS പ്രോപ്പർട്ടി മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ബ്രൗസേഴ്സും ജാവാസ്ക്രിപ്റ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ ഒരു HTML അല്ലെങ്കിൽ XHTML ഡോക്യുമെന്റിനകത്ത് എംബഡ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബ്രൗസറാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബ്രൗസർ ഒരു സ്ക്രിപ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റർ യൂസ് ചെയ്തിട്ടാണ് ആ സ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്രൗസറിനകത്ത് സ്ക്രിപ്റ്റ് കണ്ടു കഴിയുമ്പോൾ നോർമലി നമ്മൾ HTML ടാഗ്സും CSS ഒക്കെ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് എക്സിക്യൂഷൻ എൻവയോൺമെന്റ് ഒന്നും ആവശ്യമില്ല, അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേസമയം ഒരു സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റർ കാണും. ആ ഇന്റർപ്രറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ സ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ആ സ്ക്രിപ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ടാഗിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ബ്രൗസേഴ്സും ജാവാസ്ക്രിപ്റ്റും വർക്ക് ചെയ്യുന്നത്. സോ വെൻ എൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ഈസ് റീച്ച്ഡ്, ആ സ്ക്രിപ്റ്റിന്റെ എൻഡ് എത്തിക്കഴിയുമ്പോൾ ബ്രൗസർ എന്ത് ചെയ്യും, നേരെ XHTML ഡോക്യുമെന്റ് എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തിരിച്ചു ചെന്നിട്ട് ആ
അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ബ്രൗസേഴ്സിനകത്ത് എംബഡ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമ്മൾ എംബഡ് ചെയ്യാറുണ്ട്. ഇംപ്ലിസിറ്റ്ലി എംബഡിങ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ്ലി എംബഡിങ് ഉണ്ട്. ഇംപ്ലിസിറ്റ്ലി എംബഡിങ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്തുള്ള സ്ക്രിപ്റ്റ് എപ്പോഴും യൂസേഴ്സിൽ നിന്ന് ഹിഡൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ സ്ക്രിപ്റ്റിനെ വേറൊരു ഫയലായിട്ടോ മറ്റോ റൈറ്റ് ചെയ്തിട്ട് ആ ഫയലിനെ ഇവിടേക്ക് നമ്മൾ കോൾ ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് എംബഡിങ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലിസിറ്റ് എംബഡിങ് എന്ന് പറയുമ്പോഴത്തേനും ജാവാസ്ക്രിപ്റ്റിനകത്ത്, അതായത് നമ്മുടെ XHTML ഡോക്യുമെന്റിനകത്ത് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് യൂസ് ചെയ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് എക്സ്പ്ലിസിറ്റ് ജാവാസ്ക്രിപ്റ്റ് എംബഡിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ബ്രൗസേഴ്സിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ HTML ഡോക്യുമെന്റിലേക്ക് ജാവാസ്ക്രിപ്റ്റിനെ എംബഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്.